ശബരിമല സ്വർണ്ണക്കൊള്ള അതങ്ങ് ആ വാർത്തകളൊക്കെ അങ്ങ് താണുപോയി. കാരണം ഇവിടെ ഗർഭക്കേസും ഈ പറയുന്ന പോലെ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റുമൊക്കെ ആയപ്പോൾ ആകെ ഒന്ന് ചൂട് പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് നമ്മുടെ മറ്റു മാധ്യമങ്ങളൊക്കെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ഗർഭം കലക്കലും ഗർഭം ഉണ്ടാക്കലുമൊക്കെ. ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആരോപണത്തിനെതിരെ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസ്, ആ മാനനഷ്ട കേസിൽ തടസ്സ ഹർജി സമർപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ എത്തിയിരിക്കുന്ന പുതിയ വാർത്തകളുണ്ട്. അതൊന്നും ആരും നൽകാറില്ല. കാരണം ഇത് മറയ്ക്കാനാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വറും ഒക്കെ വലിയ കഥാപാത്രങ്ങളായിട്ടും വിവാദങ്ങളുമായിട്ട് ഇപ്പോൾ കേരളത്തിന് മുന്നിൽ നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ തടസ്സ ഹർജി സമർപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ വന്നിരിക്കുന്നത് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 8 നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെയും ഹർജിയിൽ പറയുന്നത്. അപ്പോൾ കടകംപള്ളി നൽകിയ മാനനഷ്ട ഹർജി അത് തികച്ചും രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ് എന്നും തടസ്സ ഹർജിയിൽ പറയുകയാണ് വി ഡി സതീശൻ. ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഇതര സംസ്ഥാനക്കാരനായിട്ടുള്ള കോടീശ്വരന് വിറ്റുവെന്നും ആർക്കാണ് വിറ്റതെന്ന് അന്ന് ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളിയോട് ചോദിച്ചാൽ അറിയാമെന്നുമായിരുന്നു വി ഡി സതീശൻ അന്ന് പറഞ്ഞത്. സ്വർണ്ണപ്പാളി കേസിൽ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായിട്ട് കടകംപള്ളിക്ക് അടുത്ത സൗഹൃദ ബന്ധമാണുള്ളത് എന്നും ഏത് കോടീശ്വരനാണ് സ്വർണ്ണപ്പാളികൾ വിറ്റത് എന്ന് കടകംപള്ളിക്ക് അറിയാമായിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അപ്പോൾ ഇതിനെതിരെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവുള്ള വി ഡി സതീശനെതിരെ. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് കൊടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി ചോദ്യം ചെയ്യേണ്ടത് മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെയാണ്. അത് വി ഡി സതീശൻ അടക്കം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ധാരണയിൽ എത്തിക്കഴിഞ്ഞു. കാരണം ബാക്കിയുള്ളവരെല്ലാം നിരനിരയായി അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. പോറ്റിയും മുരാരിയും വാസുവും പത്മനും ഒക്കെ അറസ്റ്റിലായി കഴിഞ്ഞു. ഇനിയുള്ളത് ഈ പറയുന്ന പോലെ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയം വന്നതോടുകൂടി കടകംപള്ളിയുടെയോ സ്വർണ്ണക്കള്ളയുടെയോ അല്ലെങ്കിൽ ഈ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും ആരും കാണാറില്ല, അല്ലെങ്കിൽ കാണുന്നില്ല. ആ വാർത്തകൾക്കാരും മൈലേജ് കൊടുക്കുന്നുമില്ല. ഒപ്പം തന്നെ ഈ പ്രസ്ഥാനം, അതായത് ഗർഭചിത്രം എന്നൊക്കെ പറയുന്ന വാർത്തകൾ വന്നപ്പോൾ സ്വർണവും സ്വർണ്ണപ്പാളിയും അടിച്ചു മാറ്റലും മോഷണവും കള്ളന്മാരും ഒക്കെ പുറത്തായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേസിൽ കടകംപള്ളിക്ക് പങ്കുണ്ടെന്ന് വി ഡി സതീശൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ അത് വിശ്വസിക്കാൻ ചിലപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുഖ്യ ധാരയിൽ നിൽക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും തയ്യാറാകും. അപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നടക്കമുള്ള കാര്യങ്ങൾ വി ഡി സതീശൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ വി ഡിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നു. ആരാ? കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് തീരുമാനത്തിന് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് അറസ്റ്റിലായിട്ടുള്ള മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി നിലനിൽക്കുകയാണ്. അപ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബോർഡംഗങ്ങളുടെ അറിവോടുകൂടിയാണ് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് എന്നും ഉദ്യോഗസ്ഥർ പിച്ചള എന്ന് എഴുതിയപ്പോൾ താനാണ് ചെമ്പെന്ന് മാറ്റിയത് എന്നും പാളികൾ ചെമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചത് കൊണ്ടാണ് അങ്ങനെ തിരുത്തിയത് എന്നൊക്കെയാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്ന വാദം എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥർ പിച്ചള എന്ന് എഴുതിയപ്പോൾ താൻ മാറ്റിയെന്നാണ്, അല്ലെങ്കിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. ചെമ്പ് ഉപയോഗിച്ചാണ് പാളികൾ നിർമ്മിച്ചത് എന്നതിനാലാണ് അത്തരത്തിൽ തിരുത്തലുണ്ടായതെന്ന് പറയപ്പെടുന്നത്. വീഴ്ചയുണ്ടെങ്കിൽ അംഗങ്ങൾക്ക് പിന്നീടും ചൂണ്ടിക്കാണിക്കാമായിരുന്നു. സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്ന വാദം പത്മകുമാറിന്റെ ജാമ്യഹർജിയിൽ പറയുന്നുണ്ട്, ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ നിങ്ങൾ തിരുത്തി വായിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ തിരുത്തലുകൾക്കും തെറ്റുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ പത്മകുമാറിനെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. അപ്പോൾ കേസിൽ തന്ത്രിക്കെതിരെ പത്മകുമാറിന്റെ നിർണായകമായിട്ടുള്ള മൊഴി SIT രേഖപ്പെടുത്തി കഴിഞ്ഞു. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറിവോട് കൂടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി ശബരിമലയിൽ എത്തിയത് എന്നുള്ളതാണ് പത്മകുമാർ പ്രത്യേക അന്വേഷണത്തിന് നൽകിയ മൊഴി എന്ന് പറയപ്പെടുന്നത്. സ്വർണം പൂശാനായിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നതിന് തന്ത്രിമാർ അനുമതി നൽകിയിരുന്നു എന്ന് കൂടി പത്മകുമാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ വലിയ വിപ്ലവങ്ങൾ നടക്കുന്നു, വിവാദങ്ങൾ നടക്കുന്ന ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്നറിയാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കാറുണ്ടോ? ഇവിടുത്തെ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുകയാണ്. സംഭവത്തിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ട് എന്നും കേന്ദ്രാന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. ഹർജിയിലെ സാങ്കേതിക പിഴവ് പരിഹരിക്കുവാനുള്ളതിനാൽ അടുത്ത ആഴ്ചയാകും ഹർജി പരിഗണിക്കാൻ പോകുന്നത്. ഹർജിയിലെ ഓഡിറ്റ് ആവശ്യം സംബന്ധിച്ചിട്ട് ഇപ്പോൾ തന്നെ മുൻപ് ഉത്തരവിറക്കിയതാണ് എന്നുകൂടി കോടതി പറയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ, രാഹുൽ ഈശ്വർ അകത്താകുന്നു, ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ നടക്കുമ്പോഴും സ്വർണ്ണപ്പാളി വിഷയം അവിടെ നിൽക്കുകയാണ്. ഈ പറയുന്ന അമ്പലത്തിൽ നിന്ന് അടിച്ചു മാറ്റിയ അമ്പലം വിഴുങ്ങികളുടെ കേസുകൾ അവിടെ മാറി നിൽക്കുകയാണ്. ഇത്തരത്തിൽ
വിവാദങ്ങളൊക്കെ ശബരിമലയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ശബരിമലയിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ശബരിമലയിൽ നട തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും ജനങ്ങളുടെ വരവിനും ഭക്തജനങ്ങളുടെ തിരക്കിനും ഒരു കുറവുമില്ല. ശബരിമലയിൽ നടവരവിൽ തന്നെ റെക്കോർഡ് വർധനവാണ് പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 15 ദിവസം പിന്നിടുമ്പോൾ ആകെ വരവെത്തിയിരിക്കുന്ന 92 കോടി രൂപയാണ്. കഴിഞ്ഞ സീസണിൽ ഇതേ കാലയളവിൽ ലഭിച്ചതിനേക്കാൾ 33.33% കൂടുതലാണ് ഇത്തവണത്തെ ഈ 15 ദിവസത്തെ നടവരവെന്ന് പറയപ്പെടുന്നത്. 69 കോടിയായിരുന്നു കഴിഞ്ഞ മണ്ഡലകാലത്ത് ഈ കാലയളവിലെ വരവ്. അരവണ നൽകിയതിൽ മാത്രം ഇത്തവണ 47 കോടി രൂപ ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ആദ്യത്തെ 15 ദിവസം ലഭിച്ചത് 32 കോടിയായിരുന്നു. 46.86% വർധന. അപ്പോൾ അതുപോലെ തന്നെ ശബരിമലയിൽ വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തിന് കുറവ് വരുന്നില്ല, ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുന്നില്ല. ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നത് കൊണ്ട് തന്നെ നടവരവിലടക്കം അവിടെ വലിയ വർധനവുണ്ടായിരിക്കുന്നു. അതായത് കോടിക്കണക്കിന് രൂപയുടെ വർധനവ് ശബരിമലയിൽ നടവരവിലടക്കം ഉണ്ടായിരിക്കുന്നു. ഏകദേശം 33.33% വർധനവുണ്ടായിരിക്കുന്നു. ജനങ്ങളിലും അല്ലെങ്കിൽ വിശ്വാസികളിലും വലിയ വർധനവുണ്ടായിരിക്കുന്നു. അപ്പോൾ എത്രയൊക്കെ അയ്യപ്പനെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ വിശ്വാസികളെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും ആ പാർട്ടികളും പാർട്ടിക്കാരും ഒറ്റപ്പെടുമെന്നല്ലാതെ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം, ഒരു സമൂഹമുണ്ട്. അവർ വളരെ വലിയ വിശ്വാസത്തോടു കൂടി ശബരിമലയിലേക്ക് എത്തുകയും അയ്യപ്പനെ കാണുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രയൊക്കെ നമ്മൾ കള്ളങ്ങൾ മൂടി വച്ചിരുന്നാലും ശരി, ആ കള്ളമൊക്കെ ഒരു നാൾ അതിന്റെ യഥാർത്ഥ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ആ സത്യം പുറത്തു വരുന്നത് വരെയുള്ളൂ നിങ്ങളുടെ ഈ കള്ളങ്ങളുടെ ആയുസ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആരൊക്കെയാണോ ഇന്നും ഈ കള്ളങ്ങൾക്ക് കൂട്ടുപിടിച്ച് അച്ചുനിരത്തുന്നത്, അവർ നാളെ മാപ്പിരക്കേണ്ടി വരും. മാത്രമല്ല, അവർക്ക് ഈ പറയുന്ന ഇപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കുട പിടിക്കുന്നത്, അവർക്കെതിരെ വാർത്ത ചെയ്യേണ്ടി വരുന്ന കാലം വിദൂരമല്ല.